മാങ്ങ എന്നിവയൊക്കെയല്ലേ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ചക്ക കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ടൗണിലായാലും നാട്ടിൻ പുറത്തായാലും ചക്ക വേസ്റ്റ് ആകാറുണ്ട്. കാരണം കുറെ ചക്കകൾ അവർക്ക് വീട്ടിലുണ്ടാവും, പക്ഷേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഓരോ സമയം വരുമ്പോൾ അത് കേടായി. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ചക്കയട ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മളിവിടെ ചക്കയുടെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ചക്കയാണ് വേണ്ടത്. നമ്മളിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ, കാര്യം അധികം പേരൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ. അതായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൻ്റെ 2 കപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി. പിന്നെ റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അത് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ശർക്കരയാണ്. ഇത്രയും ശർക്കര ഉണ്ടെന്ന് വെച്ചിട്ടും പക്ഷെ നമ്മളിത് പകുതി മുറിച്ചിട്ട് അത് നമ്മൾ ചെയ്യുന്നതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചുക്ക് എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്. അത് മണവും രുചിയും എല്ലാം തന്നെയാണ്. പിന്നെ അതിന് ശേഷം ഇവിടെ അടനയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മണവും രുചിയും കിട്ടാൻ വേണ്ടിയാണ് അതിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ പേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞ ചക്കപ്പഴം മിക്സിയിലിട്ട് അരച്ച് പിന്നെ ചട്ടിയിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് അത് വഴറ്റി വരുമ്പോഴത്തേക്കും ചക്കപ്പഴം ഒഴിച്ച് നമ്മൾ വഴറ്റിയെടുക്കുന്നതാണിത്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി ശർക്കര പാനി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏലക്ക, ചുക്ക്, ജീരകം എന്നിവ അരച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു വേണ്ടി ഇതെടുക്കാൻ. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവ, ഗോതമ്പ് പൊടി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുവാണ്. അതിനുശേഷം നമ്മളുടെ ഈ ചക്കയുടെ പേസ്റ്റാണ് ഇടുന്നത്. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഇതിന് ചക്കപ്പഴം വെച്ചുണ്ടാക്കിയ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഇവിടെ അടയനയില കുമ്പിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കിടാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ആവിയിൽ വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചായയുടെ കൂടെ ഇതിന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ കുമ്പിള ഇട്ട് വെച്ച സാധനം നമ്മൾ വേവിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെയാണ് കഴിച്ചു. ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്, ചൂടാണ്. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചക്കയുടെ.